പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് അനുഗ്രഹങ്ങൾ എങ്ങനെ സ്വന്തമാക്കാം എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും ഒരുപോലെ ആഗ്രഹിക്കുന്ന കാര്യമാണ് തങ്ങളുടെ ജീവിതം അനുഗ്രഹം കൊണ്ട് നിറയപ്പെടണം എന്നത്. കുടുംബത്തിൽ സമാധാനം, സാമ്പത്തിക അഭിവൃദ്ധി, രോഗമില്ലാത്ത അവസ്ഥ, നല്ലൊരു ജോലി, ഇങ്ങനെ പോകുന്നു അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹമുള്ള മേഖലകളുടെ പട്ടിക. ഇതിനായി ദൈവത്തിൽ ആശ്രയിക്കുന്നവരും പിശാചിൽ ആശ്രയിക്കുന്നവരും ഉണ്ട്. വചനം ഇപ്രകാരം പറയുന്നു: നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. ദൈവത്തിന്റെ വാഗ്ദാനപ്രകാരമുള്ള അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ സാത്താന്റെ ഭരണത്തിൽ നിന്നും ദൈവഭരണത്തിലേക്ക് ഒരുവന്റെ ജീവിതം വരേണ്ടതുണ്ട്. ഒരു സംഭവം ഞാൻ പറയാം. ഒരമ്മച്ചി തൻ്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെയും കൊണ്ട് അച്ഛൻ്റെ അടുക്കൽ വന്നു. കുറച്ചു നാളായി അവൻ്റെ സ്വഭാവത്തിൽ വളരെ മാറ്റം. വീട്ടിലെ സാധനങ്ങൾ നശിപ്പിക്കുക, അപ്പനെ കൊല്ലാൻ ശ്രമിക്കുക, ആത്മഹത്യക്ക് ശ്രമിക്കുക എന്നിങ്ങനെ ചെയ്യുകയാണ്. അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലയിൽ ഒരു വ്യാളിയുടെ രൂപവും പുലി നഖവുമുള്ള കറുത്ത ഒരു ലോക്കറ്റും ഉണ്ടായിരുന്നു. അവനുമായി സംസാരിച്ചപ്പോൾ അച്ഛന് ഒരു കാര്യം മനസ്സിലായി: അവൻ മന്ത്രവാദത്തിന് പോയിട്ടുണ്ട് എന്ന്. ആ ലോക്കറ്റ് പൊട്ടിച്ച് ദൂരെ കളഞ്ഞു. കുരിശിന്റെ അനന്ത യോഗ്യതയാൽ അവനു വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചു. അവന് മാറ്റങ്ങൾ ഉണ്ടായി. ദൈവാനുഗ്രഹം പ്രാപിക്കാൻ എന്തു ചെയ്യണമെന്ന് തിരുവചന അടിസ്ഥാനത്തിൽ ഞാൻ പറയാം. ഒന്നാമതായി, ദൈവത്തെ സ്നേഹിക്കുക. വചനം ഇപ്രകാരം പറയുന്നു: നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക, അപ്പോൾ നീ ജീവിക്കും. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളോട് കൂടിയ ഒരു കൽപ്പനയാണിത്. സൃഷ്ടികളെക്കാൾ ഉപരി ജീവിതത്തിൽ പ്രഥമ സ്ഥാനം ദൈവത്തിന് കൊടുക്കണമെന്ന് സാരം. രണ്ടാമതായി, ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ചെയ്യേണ്ടത് എല്ലാവരോടും ക്ഷമിക്കുക എന്നതാണ്. ദൈവാനുഗ്രഹം പ്രാപിക്കാൻ തടസ്സമാണ് വെറുപ്പും വൈരാഗ്യവും. മറ്റുള്ളവരോട് ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവം ജോബിന്റെ ജീവിതത്തെ അനുഗ്രഹിച്ചത്. വിശുദ്ധനായ സ്റ്റെഫാനോസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോഴും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ചാണ് മരിച്ചത്. മൂന്നാമതായി, ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ചെയ്യേണ്ടത് ദൈവവചനത്തിൽ വിശ്വസിക്കുക എന്നതാണ്. ദൈവവചനം എന്നത് ദൈവം നമ്മോട് നേരിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതിന് വലിയ ശക്തിയുണ്ട്. സാത്താന്റെയും ദുഷ്ടാരൂപികളുടെയും ആക്രമണത്തെ ചെറുത്തു തോൽപ്പിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ദൈവവചനം ഏറ്റവും ശക്തിയേറിയ ആയുധമാണ്. നാലാമതായി, ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ചെയ്യേണ്ടത് ദൈവ പദ്ധതിയോട് സഹകരിക്കുക എന്നതാണ്. അബ്രാഹം ഇതിനൊരു ഉദാഹരണമാണ്. ദൈവ പദ്ധതിയോട് സഹകരിച്ചതുകൊണ്ട് സന്താനമില്ലാത്ത അബ്രാഹമിന് സന്താനങ്ങളെ ലഭിച്ചു. അബ്രാഹം മുഖേന ഭൂമുഖം മുഴുവനും അനുഗ്രഹിക്കപ്പെട്ടു. ദൈവത്തിന്റെ പദ്ധതി എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം എന്നാണ്. എന്നാൽ ദൈവഹിതം നിറവേറ്റാതെ സ്വന്തം പദ്ധതി അനുസരിച്ച് ജീവിച്ചാൽ തകർച്ചകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. യോനാ പ്രവാചകൻ ഇതിനൊരു ഉദാഹരണമാണ്. വചനം ഇപ്രകാരം പറയുന്നു: നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്, അനുഗ്രഹം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരുമാണ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ്. ദൈവാനുഗ്രഹം പ്രാപിക്കാൻ നമ്മൾ ചിലത് ചെയ്യണമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമതായി, ദൈവാനുഗ്രഹം പ്രാപിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്
ദാനധർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ദൈവത്തിന് വളരെ പ്രീതികരമായ ഒന്നാണ് ദാനധർമ്മം ചെയ്യുന്നത്. നമ്മൾ അർഹിക്കുന്ന പാവങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം ഈ ലോകത്തിൽ വെച്ച് തന്നെ ദൈവം നമുക്ക് തരും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ദാനാർമ്മം. നിങ്ങൾ അറിയിക്കുന്ന ഒരു പാവത്തെ സഹായിച്ചു കഴിഞ്ഞാൽ ആ ആ ആള് നമുക്കത് തിരിച്ചു തരുമെന്ന് ബൈബിൾ പറയുന്നില്ല. പക്ഷെ അത് ദൈവം വേറെ ഏതെങ്കിലും വഴിക്കോടെ നമുക്കതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു തരും എന്ന് ഉറപ്പാണ്. ഞാനിത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ അനുഭവമുള്ള ആളായതുകൊണ്ട് എനിക്ക് നിങ്ങളോട് വ്യക്തമായിട്ട് അത് പറയാൻ കഴിയും. അതുപോലെ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ അടുത്തതായി ഒരു വഴി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ദൈവം നമ്മുടെ അപ്പനാണ്, നമ്മൾ മക്കളുമാണ്. അതുകൊണ്ട് ദൈവത്തോട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതിൽ മടിക്കേണ്ടതില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവാനുഗ്രഹങ്ങൾ കൂടുതൽ നമുക്ക് കിട്ടും. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരും. പക്ഷെ കൂടുതൽ അനുഗ്രഹം കിട്ടാനുള്ള ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും. ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതിൽ ഒരു മടിയും വേണ്ട. ദൈവം നമ്മുടെ അപ്പനാണെങ്കിൽ മക്കൾ ഒരാവശ്യം പറഞ്ഞാൽ അത് മക്കൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ദൈവം അത് തരും എന്ന് ഉറപ്പാണ്. ദൈവാനുഗ്രഹം പ്രാപിക്കാനുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത് വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്ക് സാമ്പത്തിക പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുക. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സമ്പത്ത് തരുന്നതിന് വേണ്ടിയുള്ള വചനങ്ങൾ ബൈബിളിലുണ്ട്. ആ വചനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് ആ വചനങ്ങൾ നമ്മൾ പറയുക. അത് കഴിഞ്ഞിട്ട് ഈ വചനപ്രകാരം എന്നെ സാമ്പത്തികമായി അനുഗ്രഹിക്കണേ എന്ന് ദൈവത്തോട് പറയുക. വചനം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞ കാര്യങ്ങളാണ്. ദൈവം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് മാറ്റി പറയില്ല. അതുകൊണ്ട് നമ്മൾ വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായി നമ്മൾ അഭിവൃദ്ധിപ്പെടും എന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ മറ്റുള്ള രോഗങ്ങൾ മാറാനാണ് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് രോഗങ്ങൾ മാറാനുള്ള വചനങ്ങൾ ബൈബിളിലുണ്ട്. ആ വചനങ്ങൾ നമ്മൾ എടുത്തിട്ട് ആ വചനങ്ങൾ ആദ്യം പറയുക. എന്നിട്ട് ദൈവത്തോട് പറയുക, ഈ വചനത്തിന്റെ ബലത്തിൽ എനിക്ക് രോഗം മാറ്റി തന്നെ എന്ന് പറയുക. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് രോഗം പെട്ടെന്ന് മാറുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നല്ലൊരു പ്രാർത്ഥനാ രീതിയാണ്. അതുപോലെ തന്നെ ജോലിയില്ലാത്തവർക്ക് അതിന് പറ്റിയ വചനങ്ങൾ ബൈബിളിലുണ്ട്. ആ വചനം നമ്മൾ ക്ലെയിം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജോലി കിട്ടുന്നതാണ്. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, പിശാച് നമുക്ക് സമ്പത്ത് തരുമോ, അനുഗ്രഹം തരുമോ എന്നുള്ളത്. പിശാചിനെ നമ്മൾ ആരാധിക്കാൻ പോയി കഴിഞ്ഞാൽ ആദ്യം കുറച്ച് നാളത്തേക്കൊക്കെ പിശാച് സമ്പത്ത് തരാം, ഉറപ്പായും തരും. പക്ഷെ അങ്ങനെ ആ സമ്പത്തില് പിശാച് തന്നെ സമ്പത്തിനൊരു കുഴപ്പമുണ്ട്. പിശാച് ദുഃഖം കലർത്തും. നമ്മൾ പിശാചിനെ ആരാധിക്കാൻ പോയി നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി വന്നു കഴിഞ്ഞാൽ അത് അധിക നാളൊന്നും നീണ്ടു നിൽക്കില്ല. അത് നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും പിശാച് പിന്നെ നശിപ്പിക്കും, ഉറപ്പാണ്. നമ്മൾ പലരുടെയും കുടുംബത്തിലെടുത്ത് നിങ്ങൾ പഠിച്ചു നോക്കിക്കോ. നിങ്ങൾക്ക് അറിയാലോ, സാത്താൻ സഭയ്ക്ക് പോണവരുടെ കാര്യങ്ങൾ നിങ്ങൾക്കും അറിയാലോ. അവരെ എടുത്ത് പഠിച്ചു നോക്കിക്കോ. തലമുറയായിട്ട് ആ കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കും. എത്ര തലമുറ കഴിഞ്ഞാലും ആ പിശാചിനെ ആരാധിക്കാൻ പോയവര് ആ പിശാചിനെ പ്രാർത്ഥിച്ച് മാറ്റിയില്ലെങ്കിൽ എത്ര തലമുറകൾ വന്നാലും അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും. ആ തലമുറകൾ മുഴുവൻ നശിപ്പിക്കും പിശാച്. അതുകൊണ്ട് ഒരു കാരണവശാലും പിശാചിന്റെ അനുഗ്രഹം മേടിക്കാൻ പോകാൻ പാടില്ല. പിശാചിന്റെ അനുഗ്രഹത്തെക്കാളൊക്കെ നമുക്ക് നല്ലത് ദൈവം നമുക്ക് തരുന്ന സഹനമാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. ദൈവം നമുക്ക് സഹനം തന്നെ നമ്മളെ വിശദീകരിക്കാനും നമ്മളെ കൂടുതൽ മെച്ചപ്പെടുത്തി നമുക്ക് മരണശേഷം സ്വർഗത്തിൽ കൊണ്ടുപോകാനുമാണ്. പക്ഷെ പിശാച് സഹനം തന്നെ അങ്ങനെയല്ല. പിശാച് സഹനം തന്നെ ഈ ലോകത്തിലും നമ്മളെ കൊല്ലാനാണ്, നശിപ്പിക്കാനാണ്. അതുപോലെ തന്നെ നമ്മളെ നരകത്തിൽ മരണശേഷം കൊണ്ടുപോകാനുമാണ്. അതുകൊണ്ട് പിശാചിന്റെ ഒരു അനുഗ്രഹം സ്വീകരിക്കാൻ നമ്മൾ പോകാൻ പാടില്ല. അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ പിശാചിന്റെ അനുഗ്രഹം സ്വീകരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, സാത്താൻ സേവയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ, ക്രിസ്ത്യാനികളാണെങ്കിൽ അവര് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം നേടുക. ഇനി മറ്റു മതസ്ഥരാണ് അത് ചെയ്തേക്കണമെങ്കിൽ ദൈവത്തോട് നേരിട്ട് നമ്മൾ ക്ഷമ ചോദിക്കുക. ദൈവത്തിന് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന ഒരു പാപം എന്ന് പറയുന്നത് പിശാചിനെ ആരാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ പിശാചിനെ ആരാധിക്കാൻ പോകാൻ പാടില്ല. അതുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കാനുള്ള ഏതാനും വഴികളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞത്.
നിങ്ങൾ ഈ വഴികൾ പ്രാവർത്തികമാക്കി നിങ്ങൾ ദൈവാനുഗ്രഹം പ്രാപിക്കുക. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.